നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം ആനന്ദം ആണ്. ആനന്ദം ബ്രഹ്മേതി വ്യജാനാത്. ആനന്ദമാണ് ആത്മാവിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം. ഒരു കുട്ടി ഈ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ ആ ആനന്ദമാണ് ആ ക്രിയേറ്റീവ് ഇമ്പൾസ് നൽകുന്നത്. ജോയ്. ആ ജോയ് ആണ് പതുക്കെ പതുക്കെ ശരീരത്തിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് നയിക്കുന്നത്. കുട്ടിയുടെ ആ ചെറുപ്പകാലം, ഇൻഫൻസി നോക്കിയാൽ അറിയാം, കുട്ടിക്ക് സെപ്പറേഷൻസ് ഇല്ല. അമ്മയെ പതുക്കെ പതുക്കെ മനസ്സിലാക്കുന്നു, അച്ഛനെ പതുക്കെ പതുക്കെ മനസ്സിലാക്കുന്നു. തുടക്കത്തിൽ ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് അവിടെ, സ്നേഹമാണ് അവിടെ. ഡിവിഷൻസ് വളരെ 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 കുറവാണ്. എ സ്ട്രോക്ക് ഓഫ് ഇൻസൈറ്റ് എന്നുള്ളൊരു പുസ്തകമുണ്ട്, ഡോക്ടർ ജീൻ ബോൾട്ട് ടൈലർ എഴുതിയിട്ടുള്ള. അവർക്ക് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം, സ്ട്രോക്കിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു അനുഭവത്തിനാണ് അവരത് എഴുതിയിരിക്കുന്നത്. ഈ ബുക്കിനെ കുറിച്ച് നമ്മൾ മുമ്പേ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ അവർ മനസ്സിലാക്കിയത് വലത്തേ സൈഡിലുള്ള ഹെമിസ്ഫിയർ നമ്മളിലേക്ക് ഫ്ലോ കൊണ്ടുവരുന്ന ഹെമിസ്ഫിയറാണ്. സൂപ്പർ കോൺഷ്യസ്നസ് ഫ്ലോ വരുന്ന ഹെമിസ്ഫിയർ. ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആ ഫ്ലോ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിപ്പിക്കുന്ന, നമ്മുടെ ഇവിടെ പേഴ്സണാലിറ്റിയിൽ എക്സ്പ്രസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് പഠിപ്പിക്കുന്നതാണ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ. കാരണം അവർക്ക് ഇത് മനസ്സിലായത് ലെഫ്റ്റ് ഹെമിസ്ഫിയറിൽ അവർക്ക് സ്ട്രോക്ക് ഉണ്ടായി. റൈറ്റ് ഹെമിസ്ഫിയർ മാത്രം വർക്ക് ചെയ്യുന്ന കുറേ കാലം ഉണ്ടായി, സെപ്പറേഷൻസ് ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ കുട്ടിക്കാലത്ത് ആ ഫ്ലോ ഉള്ളൂ, ന്യൂറൽ വയറിങ് കംപ്ലീറ്റ് ആയിട്ടില്ല, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യത്തെ 5-8 വർഷം വയറിങ് നടന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് സയൻസ് പറയുന്നു. ഓരോ മിനിറ്റിലും സെക്കൻഡിലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സൈനാപ്സസ് കൂട്ടി യോജിപ്പിച്ച് വിടുന്നു. അതെവിടെയാണ് നടക്കുന്നത്? ലെഫ്റ്റ് ഹെമിസ്ഫിയറിൽ. എങ്ങനെയാണ് ഈ ഉള്ളിലുള്ള ഈ അറിവ്, വിത്തിലുള്ള അറിവ് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്? നമ്മൾ ജനിക്കുന്ന അന്തരീക്ഷം എങ്ങനെയാണ്? അതാണ് എപ്പിജെനറ്റിക്സും പഠിപ്പിക്കുന്നത്. അതാണ് പിന്നെയുള്ള കുറേ കാലം. ഇപ്പോൾ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും സൂപ്പർ സ്പെഷ്യാലിറ്റിയൊക്കെ എടുത്തിട്ട് ഒരു സ്ഥലത്ത് വന്ന് പണിയെടുക്കുക എന്ന് ആലോചിച്ച് പോകും. അപ്പോൾ എനിക്ക് എൻ്റെ അനുഭവം പറയാം. വലിയൊരു ആസ്പത്രിയിൽ നിന്ന് ഒരു വില്ലേജിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ഈ അറിവിന് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും? ലോക്കലൈസ്ഡ് ആയിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കാൻ സാധിക്കും? അറിവുണ്ട്,
ഇത് ഇവിടെ എങ്ങനെയാണ് അറിവ് പോകാനും പാടില്ല, അറിവ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. ഇത് രണ്ടും കൂടെ എങ്ങനെ ഒന്നിച്ച് കൊണ്ടുപോകും? അപ്പോൾ എനിക്കതൊരു പ്രാക്ടിക്കലായിട്ടൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഈ റൈറ്റ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ കോർഡിനേഷൻ. കുട്ടിക്കാലത്ത് ഇത് തന്നെയല്ലേ സംഭവിച്ചിട്ടുണ്ടാവുക? എങ്ങനെയാണ് ഈ ആനന്ദത്തിലുള്ള ഈ അറിവ്, സെപ്പറേഷൻ ഇല്ലാത്ത അറിവ് സെപ്പറേഷൻസിൽ എങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക? കുട്ടി വളരുന്തോറും ഈഗോ ഡെവലപ്പ് ചെയ്യുമ്പോൾ എൻ്റെ ഫാമിലി, എൻ്റെ സാധനം, അങ്ങനെ 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 വരുന്നു. അപ്പോൾ ഫോക്കസ്ഡ് ആവുന്നു എൻ്റെ ക്വാളിഫിക്കേഷൻ, പിന്നെ എൻ്റെ പദവി, അവിടെ കംഫോർട്ട് സോണിലേക്ക് ചുരുങ്ങി 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 വരികയാണ്. ഇപ്പോഴത്തെ കാലത്ത് ഒറ്റപ്പെട്ട് പോകുന്നത് കാണാം, കുടുംബങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട്. അപ്പോൾ അത്രയും ചെറിയ കോൺഷ്യസ്നസ് ലെവലിലേക്ക് ചുരുങ്ങി പോകണം. ഒരുപാട് കാര്യങ്ങൾ അറിയാം, പക്ഷേ കോൺഷ്യസ്നസ് ഇല്ല, ഫ്ലോ ബ്ലോക്കായിരിക്കുന്നു. അപ്പോൾ ശരിക്കും ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ മരണം സംഭവിച്ചു എന്ന് പറയാം. ആ ജോയ് എക്സ്പ്രസ് ചെയ്യേണ്ട മാധ്യമമായിട്ടുള്ള ഈ ജീവിതം, എക്സിസ്റ്റൻസ്, അത് ചുരുങ്ങിയിട്ട് ഒരു ക്യാപ്സൂൾ, കൂടുതൽ ചുരുങ്ങിയ ക്യാപ്സൂൾ പോകുമ്പോൾ നമ്മൾ കൂടുതൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയുസ് ഉണ്ടാവും, ഇപ്പോൾ 90 വയസ്സ് 100 വയസ്സ് വരെയൊക്കെ ആയുസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷേ എന്തൊരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ചുരുങ്ങിയ ജീവിതം. തീർച്ചയായിട്ടും അത് ഒരു കംപ്ലീറ്റ് ലൈഫല്ല, അതിൽ ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ല. കാരണം കൂടുതൽ സാധനങ്ങൾ വേണ്ടി വരുന്നു ഈ ജീവിതം നിലനിർത്താനായിട്ട്. എൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ബാങ്കിൽ എത്ര പൈസ വേണം, എന്താ വലിയ പദവി വേണം, ഇതൊന്നും കിട്ടിയാലും സംതൃപ്തി വരുന്നില്ല. അപ്പോൾ ഈ അസംതൃപ്തമായിട്ടുള്ള രീതിയിൽ ലോകം വിട്ടു പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു റെസ്ട്രിക്റ്റഡ് കോൺഷ്യസ്നസ് ആണ്. അപ്പം അതാണോ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം അതാണോ? യഥാർത്ഥ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ഉള്ളിലേക്ക് വരുന്ന ഫ്ലോ, അതാണ് എഡ്യൂസ് എന്ന് പറയുന്നത്. ആ ഉള്ളിലേക്കുള്ള ഫ്ലോനെ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന, പ്രവർത്തിക്കാൻ പോകുന്ന മേഖലയിൽ കൂടുതൽ എക്സ്പ്രസ് ചെയ്യാം. ഒരുപാട് അറിവുണ്ടെങ്കിലും ഈ സ്ഥലത്ത് എങ്ങനെയാണ് അത് കൊണ്ടുവരാൻ സാധിക്കുക? സ്നേഹത്തോടെ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുക? ആവശ്യമുള്ള തലത്തിൽ, വേണ്ട തലത്തിൽ. ബാക്കി സ്നേഹം നമുക്ക് ഹൃദയത്തിൽ നിന്ന് നൽകാം. പ്രവൃത്തിയുടെ മേഖലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. ഇപ്പോൾ ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ നാട്ടുപ്രദേശത്ത് ചെയ്യുക. പക്ഷേ സ്നേഹം എപ്പോഴും പൂർണ്ണമായിട്ട് നൽകാൻ സാധിക്കും, അതിന് തടസ്സമൊന്നുമില്ല. അതാണ് സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്നത്. കത്തി കഷ്ണം മുറിക്കാനായാലും മരത്തിൻ്റെ കൊമ്പ് വെട്ടാൻ ആവശ്യത്തിന് എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ അത് പ്രവർത്തിക്കുന്ന ആളുടെ ഉള്ളിൽ ആ സ്നേഹമുണ്ടെങ്കിൽ അത് വേണ്ട സത്യം. വലിയ കത്തി ഉപയോഗിക്കേണ്ട, അതവിടെ ഇരിക്കട്ടെ, കത്തിയുടെ ആവശ്യമില്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ട. അതുപോലെ ആയിരിക്കണം നമ്മുടെ അറിവ്. ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുക, ബാക്കി പറ്റുന്നില്ലെങ്കിൽ മാറ്റി വയ്ക്കുക. പക്ഷേ എപ്പോഴും നൽകാൻ പറ്റുന്ന 100% സ്നേഹം, അതാണ് ആനന്ദം എന്ന് പറയുന്നത്. ആനന്ദത്തിൻ്റെ, ബ്രഹ്മത്തിൻ്റെ സ്വഭാവമാണ് എപ്പോഴും പൂർണ്ണത നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു സ്റ്റേറ്റിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ട ആവശ്യമില്ല. അങ്ങനെയാകുമ്പോൾ ബ്ലോക്കില്ല. ജോയ് അട്രാക്ട് ഗ്രേസ് എന്ന് ബാബുജി മഹാരാജ് പറഞ്ഞു. ഈ ആനന്ദമാണ് ശരിക്കും ഗ്രേസിനെ, ദൈവകൃപയെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റേജിൽ ഒരു ബ്ലോക്കും ഇല്ലാണ്ട് എപ്പോഴും നൽകാൻ സാധിക്കും. ഈ ശരീരത്തിൻ്റെ പരിമിതികൾക്ക് അപ്പുറം നൽകാൻ സാധിക്കുമ്പോൾ, ശരീരം ഇല്ലാണ്ടേ ആയാലും നൽകാൻ സാധിക്കുന്നു. നമ്മൾ മാസ്റ്റേഴ്സ് നോക്കിയാലും ശരീരത്തിൻ്റെ കഴിവുകൾ റെസ്ട്രിക്റ്റഡ് ആയാലും ആ ഫ്ലോന് യാതൊരു സ്റ്റോപ്പും ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് എന്താണ് അങ്ങനെ ഒരു സ്റ്റേറ്റ് എന്താണ്? അതാണ് ശരിക്കും ദിവ്യ സാമ്രാജ്യം. ശരീരമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം. ഞാൻ കൊടുക്കുന്ന ലവ് പൂർണ്ണമാണോ, ഞാൻ നിലനിൽക്കുന്ന ആനന്ദം പൂർണ്ണമാണോ? കൂടുതൽ ആനന്ദത്തിൽ ആണ്ടാണ്ട് പോകുന്നു. ഇതൊരു അവസാനമില്ലാതെ ഇൻഫിനിറ്റ് ജേർണി. അപ്പോൾ മോക്ഷം എന്ന് സ്പിരിച്വൽ ലിറ്ററേച്ചർ പറയുന്നത് ശരീരത്തിൽ ജീവിക്കാൻ പേടി കൊണ്ടൊന്നുമില്ല. ശരീരങ്ങളിൽ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. ക്രിയേഷനിൽ ഓർത്തോളം കാലം തീർച്ചയായിട്ടും ശരീരങ്ങൾ വേണ്ടി വരും, ഒരു സംശയമില്ല. എന്ത് മോക്ഷം കിട്ടിയാലും വേറൊരു സ്റ്റേറ്റിൽ അവിടെയും എക്സിസ്റ്റൻസ് ഉണ്ടോ അവിടെ വറി ഉണ്ടാവും. വറീഡ് ആവാതെ ലവ്, സ്നേഹം, ജോയിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇതല്ലേ ബ്രൈറ്റർ വേൾഡ്, ഇതല്ലേ സെൻട്രൽ റീജിയൻ. അപ്പോൾ ശരിക്കും എവിടെ എത്തേണ്ടതില്ല, ഇവിടെ കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യേണ്ടതേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലായി. ഇവിടെ ഇപ്പോഴാണ് ശരിക്കും ദിവ്യ സാമ്രാജ്യം, വേറെ എവിടെയില്ല. അപ്പോൾ എഡ്യൂക്കേഷൻ ഇതാണ് പഠിപ്പിക്കേണ്ടത്. ചെയ്യേണ്ട കാര്യം ഭംഗിയായിട്ട്, സത്യസന്ധമായിട്ട്, സിൻസിയറായിട്ട് പറ്റത്തോടെ ചെയ്യാൻ പറ്റാത്ത കാര്യത്തിലും അവിടെ സ്നേഹം നൽകാം. സ്നേഹം എപ്പോഴും നൽകിക്കൊണ്ടിരിക്കണം. എനിക്ക് പറ്റുന്നില്ല വേറൊരാൾ ചെയ്തോട്ടെ, അപ്പോൾ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എൻ്റെ പ്രാർത്ഥന കൊണ്ടും എൻ്റെ പ്രസൻസ് കൊണ്ടും മാറി നിന്നുകൊണ്ടും സഹായിക്കാൻ പറ്റും, കൂടെ നിന്നുകൊണ്ട് സഹായിക്കാൻ സാധിക്കും. എൻ്റെ കുട്ടി ഒരു പ്രോഗ്രാമിൽ അവതരിപ്പിക്കാൻ പോകുമ്പോൾ എനിക്ക് അവിടെ സ്റ്റേജിൽ കയറുന്ന അവളുടെ കൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, പക്ഷേ എനിക്ക് ഹൃദയത്തിൽ കണക്റ്റഡ് ആകാൻ പറ്റും. എപ്പോഴും അവിടെ ഉണ്ട്. ആ സാന്നിധ്യം തന്നെ അവരെ സഹായിക്കുന്നു.
അതുപോലെ നമ്മുടെ സാന്നിധ്യം കൊണ്ടും നമ്മുടെ പ്രാർത്ഥന കൊണ്ടും പ്രസൻസ് കൊണ്ടും ലോകത്തെ സഹായിക്കുന്ന ഒരു സ്റ്റേറ്റിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. എത്ര വലിയൊരു അനുഭവമായിരിക്കും. അതാണ് ജോയ് എന്ന് പറയുന്നത്. ഈ ജോയ് ആണ് ശരിക്കും കൃപയുടെ ആ ഫ്ലോനെ ബ്ലോക്ക് ചെയ്യാത്ത, സ്നേഹത്തിൻ്റെ ഫ്ലോനെ ബ്ലോക്ക് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് ഹെമിസ്ഫിയറും ലെഫ്റ്റ് ഹെമിസ്ഫിയറും തമ്മിലുള്ള ആ കോർഡിനേഷൻ പൂർണ്ണമാകുന്നു. ലെഫ്റ്റ് ഹെമിസ്ഫിയറിൻ്റെ ഡെവലപ്മെൻറ്റ് റൈറ്റ് ഹെമിസ്ഫിയറിൻ്റെ, അതായത് ആ ഫ്ലോൻ്റെ പ്യൂരിറ്റീനെ കൂടുതൽ ബെറ്റർ ആക്കുന്ന തരത്തിലാണ്. അപ്പോൾ രണ്ടും പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നു. ഒരുപക്ഷെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ നമ്മുടെ ഈ ലോകത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളുടെ കാരണമായിട്ടുള്ള ലെഫ്റ്റ് ഹെമിസ്ഫിയറിൻ്റെ ഡെവലപ്മെൻറ്റ് റൈറ്റ് ഹെമിസ്ഫിയറിലുള്ള ബ്ലോക്കുകൾ എടുത്തു കളയാനാവണം. ഇതാണ് സഹജമാർഗത്തിൽ ശുദ്ധീകരണത്തിൻ്റെ ഒരു വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഇനിയും കൂടുതൽ നമുക്ക് ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് നടത്താം. അടുത്ത സെഷനിൽ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.